ശങ്കർ, ആശ്വാസമെന്ന് പറയാൻ കഴിയില്ല. കാര്യം എന്താണ്, സിദ്ധാർത്ഥൻ്റെ അകാല മൃത്യു ഇതിന് ആശ്വാസമായി ഒന്നുമില്ല, അതിന് പകരം കൊടുക്കാൻ കഴിയുന്ന ഒന്നുമില്ല. എങ്കിൽ കൂടി അന്വേഷണം നേർവഴിക്കല്ല എന്ന അവരുടെ ആശങ്കകൾക്ക് കിട്ടുന്ന ഒരു ഒരു സമാധാനം അല്ലേ? എന്താണ് അച്ഛൻ ജയപ്രകാശ് അടക്കം പറയുന്നത്? ജയശങ്കർ, അവരുടെ വലിയ ഒരു ആവശ്യമായിരുന്നു CBI അന്വേഷണം എന്നുള്ളത്. സർക്കാർ ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് മാതാവിൻ്റെ പ്രതികരണം തന്നെ ആദ്യം ചോദിക്കാം. സർക്കാർ ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി കേസ് CBIയുടെ കൈകളിലാണ്. മകന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഞങ്ങൾക്കിപ്പോൾ ഇതിലൊരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. അത് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ചുപേരുടെ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരു അക്ഷയനെ ഞാൻ അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. 16, 17, 18 അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. ഈ 18-ാം തീയതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു അവനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിയോടെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, കുഴപ്പമില്ല ആൻറ്റി, ഞാൻ അകത്ത് പോയിട്ട് കൊടുക്കാം, ഡോക്ടർ അടുത്താണ്, ഞാൻ അകത്ത് പോയിട്ട് കയറിയിട്ട് കൊടുക്കാം എന്ന് പറയുന്നു. ഞാൻ എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ 18 അടുത്ത് ബോഡിയുടെ കൂടെ മോൻ്റെ കൂടെ ഇവർ വന്നപ്പോൾ ഞാൻ അക്ഷയുടെ കയ്യിൽ പിടിച്ചില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഈ കൈയോടുകൂടെ തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് പോലും അവൻ കുനിഞ്ഞ് കരയുന്നതല്ലാതെ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ മോനെ രക്ഷപ്പെടുത്താമായിരുന്നു. ആ 16-ാം തീയതി വിളിച്ചപ്പോൾ അവൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഉപദ്രവം. അപ്പോൾ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. അതുപോലെ ദേവരാഗ് അടിച്ചെന്നും കൂടെ കേൾക്കുമ്പോൾ ശരിക്കും അവരൊന്നും ഞങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അതായത് ഇനി CBI വരുന്ന സമയത്ത് പോലീസിന് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു ആരോപിച്ചിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് കൃത്യമായൊരു അന്വേഷണം നടക്കും. ഇപ്പോൾ നിങ്ങൾ ഇതാവുന്ന അസിസ്റ്റന്റ് വാർഡനും ഡീനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞത് പോലീസിന് വീഴ്ച ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോഴും അവർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പല പേരുകളും ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ആ പേരൊന്നും വന്നിട്ടില്ല. ഡീനെതിരെ നമ്മൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരോപണമല്ല, ഡീനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിനൊരു കൂട്ടുനിന്നതിനും മർദ്ദിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും എല്ലാത്തിനും ഡീനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷണത്തിൽ വന്നിട്ടില്ല. ഇതെല്ലാം ശരിക്കും ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ച് പോകുമോ എന്നുള്ളതില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CBI അന്വേഷണത്തിൽ അതിനുവേണ്ടി മുമ്പോട്ട് പോയത്. ഈ ഒരു തവണ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു എതിർപ്പും പറയാതെ അദ്ദേഹം ഇത്തരം അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തത്. സർക്കാർ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇതൊരു ഒരു കൊലപാതകമാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷണത്തിൽ വിട്ടത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു തൃപ്തി തോന്നുന്നു. അദ്ദേഹത്തിന് താല്പര്യം കാണുമായിരിക്കും, ഒരു ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്ന് അദ്ദേഹം ചിന്തിച്ചതിൽ ശരിക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കാര്യമാണത്. ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ അടക്കം അച്ഛൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു ഇടപെടലിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് കുടുംബം? അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ പ്രതിപക്ഷമോ അങ്ങനെ ഭരണപക്ഷമോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മതത്തിലുള്ളവർ, ഒരുപാട് ജാതി മത ഭേദമന്യേ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ തന്നെ പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട്. അവരെല്ലാവരും എനിക്ക് സഹകരിച്ചിട്ടുണ്ട്. ഒറ്റ പ്രത്യേക പാർട്ടി മാത്രമല്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ നിന്ന് ദീപം കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അവന് ജീവന് വേണ്ടിയിട്ട്, അവന് നീതി കിട്ടാൻ വേണ്ടി പോരുതാൻ. ഇന്നലെ അവർ വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം പോയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മതത്തിലുള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാർ എന്നെ ഫോൺ ചെയ്യുന്നു, എല്ലാ സംഘടനകൾ ഫോൺ ചെയ്യുന്നു. ആരെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവന് എല്ലാവരും സങ്കടമുണ്ട് അവൻ്റെ ജീവന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ആണ് ഈ പ്രതിപക്ഷമാണെങ്കിലും ഏതാണെങ്കിലും അവന് വേണ്ടി ജീവന് വേണ്ടിയിട്ട് പോരാടി കഴിഞ്ഞ് അവൻ്റെ ജീവൻ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിയ എല്ലാവരോടും ഞാൻ എല്ലാവരോടും ഇപ്പോഴും നന്ദി പറയുന്നു. വളരെയേറെ നന്ദി എല്ലാവരും. ഇനിയും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവരോട് മാത്രമല്ല, എല്ലാ മീഡിയയിലും, എല്ലാ പത്രപ്രവർത്തകരും എല്ലാം ഇതുവരെയ്ക്കും എൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞത്. അല്ല എൻ്റെ പോരാട്ടം കൊണ്ടാണ് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. 1% പോലും അല്ല എൻ്റെ പോരാട്ടം. ഇതിൽ കൂടെ നിന്നിട്ട് ഇതിൻ്റെ ന്യൂസ് ഒന്ന് ഹൈലൈറ്റായിട്ട് നിർത്തി സത്യാവസ്ഥയിലുണ്ട്, അവന് വേണ്ടിയിട്ട് പോരാടണം എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഉത്തരവ് കിട്ടിയത്. ഇനിയും പോരാടുമ്പോൾ ഇനി എൻ്റെ പുറകിൽ എല്ലാ സപ്പോർട്ടും വേണമെന്ന് ഞാൻ പറയുന്നത്. CBI അന്വേഷണത്തിലൂടെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? CBI അന്വേഷണം ഇതിനു വേണ്ടി അത് മാത്രമല്ലല്ലോ. ഇപ്പോൾ CBI അന്വേഷണം നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ്. അതുകൊണ്ട്
കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്നൊരു CBI അന്വേഷണം നമുക്ക് കിട്ടിയായിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഞാൻ ഗവർണറെ കണ്ടിരുന്നു. ഗവർണർ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ 100% ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്നൊരു ഇടപെടൽ, വളരെ ശക്തമായിട്ട് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് കിട്ടിയിട്ട വിവരമാണ്. അതോടുകൂടി ബാക്കിയുള്ള ആൾക്കാരുടെ ഈ സപ്പോർട്ടും എല്ലാ സംഘടനകളും ശരിക്കും ഗവർണർ ഓഫീസിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമെന്നാണ് കുടുംബം പറയുന്നത്. CBI അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമെന്നും കുടുംബം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സിദ്ധാർത്ഥ് വിഷയത്തിൽ ഇനി CBI ആണ് വരാൻ പോകുന്നത്. CBI കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കും. ആഷ്മി.